പറയും. വാട്ട് ഈസ് ലീവ്? ലീവ് മീൻസ് നമ്മൾ ജസ്റ്റ് ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി എന്നുള്ളതാണ്. അതിൽ നമ്മൾ ലേമൻ സെൻസിൽ അല്ലെങ്കിൽ കോമൺ മാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ലീവ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിയിൽ ഇല്ലാതിരിക്കുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ലീവ് എത്ര തരത്തിലുണ്ടെന്ന്. ദർ ആർ 2 types of leave. 2 തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഓർഡിനറി ലീവ് and the other one is special leave. I repeat once again, there are 2 types of leave. First one is ordinary and the second one is special leave. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ എല്ലാവരും, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമ്മളെല്ലാം എൻജോയ് ചെയ്ത് വേണം പഠിക്കേണ്ടത്. നിങ്ങളെല്ലാം ജോലി കഴിഞ്ഞ് വീട്ടിലെ പ്രാക്ടീസും കഴിഞ്ഞ് രോഗികളുമായിട്ട് അടിയുണ്ടാക്കി വീട്ടിലും അടിയുണ്ടാക്കി എല്ലാവരുമായിട്ട് നല്ല ടെൻഷനൊക്കെ പിടിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ തലയിലോട്ട് ഇത് കയറണം. അപ്പൊ എപ്പോഴും നമ്മൾ പറയും, ഞാൻ എപ്പോഴും പറയും, കോളേജിൽ പഠിപ്പിക്കുമ്പോഴും പറയും, പിള്ളേരുടെ കാലം ആദ്യത്തെ ഒരു 5-10 മിനിറ്റൊക്കെ അവർക്ക് ഒന്നൊരു ഫ്രീ ടൈം കൊടുക്കും, ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഓർഡിനറി ലീവ് എന്ന് പറയുമ്പോൾ വാട്ട് യു മീൻ ബൈ ഓർഡിനറി ലീവ്? അപ്പൊ അത് പറയുമ്പോൾ ഓർഡിനറി ലീവിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഐ വോണ്ട് ടു മേക്ക് വൺ തിങ്. നമ്മളെല്ലാം ഓർഡിനറി ബസ് കാണാറുണ്ട് അല്ലേ? എല്ലാവർക്കും ഓർഡിനറി, യു ആർ ആൾ അവെയർ ഓഫ് ഓർഡിനറി ബസ്. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഓർഡിനറി ബസ്? ഓർഡിനറി ബസ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താ? മാം തന്നെ പറഞ്ഞോളൂ. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഓർഡിനറി ബസ്? എല്ലായിടത്തും നിർത്തും. എല്ലായിടത്തും നിർത്തും. ഓർഡിനറി ബസ് എല്ലായിടത്തും നിർത്തും. പക്ഷേ സ്പെഷ്യൽ ആകുമ്പോഴോ, ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോഴോ അവിടെ ഉണ്ട് സ്പെഷ്യൽ എന്ന് പറയുന്നുണ്ട്, സ്പെഷ്യൽ. അപ്പൊ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ സ്പെഷ്യൽ പർപ്പസ്. അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയ സ്പാർക്ക് അടിച്ചു. അപ്പൊ ഓർഡിനറി ലീവ് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്, സ്പെഷ്യൽ ലീവ് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്? ഓർഡിനറി ലീവ് ഇസ് ആപ്ലിക്കബിൾ ടു ആൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ഓർഡിനറി ലീവ് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ സ്പെഷ്യൽ ലീവ് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. സ്പെഷ്യൽ ലീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. അതിലൊരു ചെറിയൊരു കാര്യം, ഇവിടെ കൂടുതൽ സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, മെറ്റേണിറ്റി ലീവ് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അതൊരു ഇറ്റ്സ് എ സ്പെഷ്യൽ ലീവ്. അവിടെയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ സ്പെഷ്യൽ ലീവ് ഇന്ന് പഠിക്കുന്നില്ല, സമയമില്ല. ഓർഡിനറി ലീവ് തന്നെ പഠിച്ച് തീരുമെന്ന സംശയമാണ്. എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഡിപ്പാർട്ട്മെന്റ് 2 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡിവൈഡഡ് ഇൻ 2. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് എല്ലാവർക്കും അത് കത്തിയിട്ടുണ്ട്. വെക്കേഷൻ വളരെ വളരെ എന്താ പറയുക, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ വെക്കേഷൻ ഉണ്ട് അവർക്ക്. ആർക്കൊക്കെയാണ് വെക്കേഷൻ ഉള്ളത്? സ്കൂള്, കോളേജ്, കോടതി ഡിപ്പാർട്ട്മെന്റുകൾക്ക് വെക്കേഷൻ ഉണ്ട്. സിവിൽ കോടതികൾക്കേ ഉള്ളൂ, ക്രിമിനൽ കോടതിക്കില്ല. അപ്പൊ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരുപാട് വെക്കേഷൻ കിട്ടുന്നുണ്ട്, അവധി കിട്ടുന്നുണ്ട്, അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ നോൺ വെക്കേഷൻ അങ്ങനല്ല. അപ്പൊ ഈ ലീവ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ ബോത്ത് വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ദോസ് എംപ്ലോയീസ് ബിലോങ്ങിങ് ടു വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എംപ്ലോയീസ് ബിലോങ് ടു നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അത് ഓർത്തുകൊള്ളുക. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് കമ്പാരിറ്റീവ്ലി നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ അപേക്ഷിച്ച് ലീവുകളുടെ എണ്ണം കുറവാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഓർഡിനറി ലീവ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ളത് ഏൺഡ് ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ് വിത്തൗട്ട് അലവൻസ്, ലീവ് നോട്ട് ഡ്യൂ. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾക്കെല്ലാം പ്രയോജനമുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്കെല്ലാം അവൈൽ ചെയ്യേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ പിള്ളേരുടെ പഠിത്തം, 10ാം ക്ലാസ്സിലെ പഠിത്തം, ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീവിനെ കുറിച്ച് പുസ്തകം എഴുതാൻ ഇടയായ സാഹചര്യവും അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരുന്നത്, ഞാൻ ഈ തൊഴിൽ വീഥിയിൽ അതുപോലെ ഈ പറഞ്ഞ ചില മാഗസീൻസിലൊക്കെ ഈ സംശയങ്ങൾക്ക് മറുപടികൾ എഴുതുമായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിച്ചിരിക്കുന്ന ലീവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പൊ ഓർഡിനറി ലീവ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എല്ലാവർക്കും അവൈൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അവരുടെ സർവീസ് ജീവിതത്തിൽ എൻജോയ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. 1 ഏൺഡ് ലീവ്, 2 ഹാഫ് പേ ലീവ്, 3 കമ്മ്യൂട്ടഡ് ലീവ്, 4 ലീവ് വിത്തൗട്ട് അലവൻസ്, 5 ലീവ് നോട്ട് ഡ്യൂ. നമുക്കിതെല്ലാം നമുക്ക് അനുഭവിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു ചെറിയൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ പല ഡോക്ടേഴ്സും ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസേഴ്സ് ഉണ്ടാവും. സൂപ്രണ്ട് അല്ലെങ്കിൽ ആ തസ്തികയിൽ നാളെ ഏതെങ്കിലുമൊക്കെ ഉന്നതമായ തസ്തികകളിലേക്ക് വരും. അപ്പോൾ പറയും, ഞങ്ങളെ ഒരു സാറ് പറഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, അതുകൊണ്ട് ലീവ് തരാൻ ഒക്കത്തില്ല എന്ന് പറയരുത്. ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ഇതൊക്കെ ദീസ് പ്രൊവിഷൻസ് ആർ വെരി റിജിഡ്. ഇതിനുള്ള പ്രൊവിഷൻസ് എല്ലാം വളരെ റിജിഡ് ആണ്. ആ റിജിഡ് ആയതുകൊണ്ട് നമ്മളിത് ഇൻവോക്ക് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. ഫസ്റ്റ് തിങ് ഇസ്, ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ അവകാശമല്ല ലീവ് എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ, ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. റൈറ്റ് അല്ല നമ്മളുടെ. പക്ഷേ നമ്മൾക്ക് അനുവദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. അൺലെസ് you can enjoy the privilege of leave only after obtaining sanction from the competent authority. അപ്പൊ കോമ്പിറ്റന്റ് ആയ അതോറിറ്റി ലീവ് സാങ്ഷൻ ചെയ്യാതെ ലീവ് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതാരും ഇൻവോക്ക് ചെയ്യരുത്. കാരണം ലീവ് ചിലപ്പം രാവിലെ ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഉണ്ടായ അനുഭവം ഞാൻ പറയുന്നത്. രാവിലെ ഞാൻ ഇവിടെ ലോകായുക്തയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്, രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് പറയുന്നത്, അച്ഛൻ രാവിലെ മരിച്ചുപോയി, അരമണിക്കൂർ മുമ്പ് മരിച്ചുപോയി. ഡോക്ടർ വന്ന് നോക്കിയപ്പോഴാണ്. എനിക്ക് ലീവ് കൊടുക്കാൻ പറ്റൂ? തലേ ദിവസം അപ്ലൈ ചെയ്യാൻ പറ്റൂ? ക്യാഷ് ചെസ്റ്റിന്റെ ചാവി വരെ ഉണ്ട്. ഏകദേശം 40 ലക്ഷം രൂപയോളം ക്യാഷ് ചെസ്റ്റിൽ ഇരിപ്പുണ്ടായിരുന്നു താനും. അപ്പൊ അതൊന്നും പറ്റിയെന്ന് വരത്തില്ല, ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അവിടെയാണ് നമ്മളുടെ ഡിസ്ക്രിഷൻ എക്സർസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. അപ്പൊ ലീവ് എന്ന് പറയുന്നത് നമ്മളുടെ റൈറ്റ് അല്ല, അതൊരു പ്രിവിലേജ് ആണ്. അപ്പൊ ഞാൻ ഇനി ഓർഡിനറി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ഓർഡിനറി ലീവ് എന്ന് പറയുമ്പോൾ ഐ എം സേയിങ് ദാറ്റ് യു ആർ ഓൾ ഏണിംഗ് മെമ്പേഴ്സ്. വൈ ഐ എം സേയിങ് ദാറ്റ് യു ആർ ഓൾ ഏണിംഗ് മെമ്പേഴ്സ്? പറഞ്ഞോളൂ. Somebody should give answer. You are all earning members. Why I am saying that you are all earning members? സാലറി കിട്ടുന്നുണ്ട്. സാലറി കിട്ടുന്നുണ്ട്. ചുമ്മാതെ സാലറി കിട്ടുമോ നമുക്ക്? ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ഏണിംഗ് മെമ്പർ ആണെന്ന് പറയാൻ കഴിയൂ. What is inference? അതിലൊരു ഇൻഫറൻസ് ഉണ്ട്. എന്താണ്? ജോലി ചെയ്താൽ കിട്ടും, ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടത്തില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് തന്നെയാണ് ഇവിടെ ഈ ഏൺഡ് ലീവിൽ പറയുന്നത്. ഡ്യൂട്ടിയിലുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഏൺഡ് ലീവ് അക്രൂ ചെയ്യത്തുള്ളൂ. അപ്പൊ ലീവ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 2 ലീവിനെ ലീവ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഏൺഡ് ലീവിനും പിന്നെ ഹാഫ് പേ ലീവിനും മാത്രമേ ലീവ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഏൺഡ് ലീവിനും ഹാഫ് പേ ലീവിനും മാത്രമേ ലീവ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the sanctioning authority of leave? Who is competent to give sanction? ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽസ് പലരും, ചിലര് CHC-യിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ചിലര് ഈ പറയുന്ന പോലെ താലൂക്ക് ഹോസ്പിറ്റലായിരിക്കും, ചിലർ ജില്ലാ ആശുപത്രിയിലായിരിക്കും, അല്ലെങ്കിൽ ചിലർ DHS അതുപോലുള്ള സ്ഥാപനങ്ങളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആരാണ്? Who is competent to sanction the leave?
superior, superint, സുപ്പീരിയർ എന്ന് പറയാൻ പറ്റില്ല. DDO എന്ന് somebody has given a comment that DDO എന്നും പറയാൻ പറ്റും. Head of the HOD to head an of the extent HOD എന്ന് വേണമെങ്കിൽ പറയാം. To an head of extent. the No? office. Head of the Head of office. Competent authority. Yes. Appointing authority. അപ്പോയിന്റിംഗ് അതോറിറ്റി വരുന്നുണ്ട്, അത് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോയിന്റിംഗ് അതോറിറ്റി Head of നിങ്ങളുടെ institution. പാഡൻ Head of institution. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ജഡ്ജായിരുന്നു, പക്ഷെ ഞാൻ അവിടെ ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസർ ആയിരുന്നു, ഞാനായിരുന്നു സാങ്ഷനിങ് അതോറിറ്റി. അപ്പോൾ പറയാൻ പറ്റുമോ Competent authority. ഹു ഈസ് എംപവേർഡ് ടു സാങ്ഷൻ ആൻഡ് another authority is there, that is government. അപ്പോൾ ലീവ് സാങ്ഷൻ ചെയ്യേണ്ടത് രണ്ട് അതോറിറ്റീസ് ആണ്. ഒന്ന് ഹു ഈസ് എംപവേർഡ് ടു സാങ്ഷൻ, ആരെയാണോ അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരാണ്. പിന്നെ ഉള്ളത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് സാങ്ഷൻ ചെയ്യാവുന്ന കുറേ ലീവുകളുണ്ട്. അതിലൊരു ലീവാണ് 120 ദിവസത്തിൽ കൂടുതലുള്ള ലീവ് വിത്തൗട്ട് അലവൻസ് സാങ്ഷൻ ചെയ്യാൻ അധികാരം ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ. ഐ റിപ്പീറ്റ് once again, LWA means leave without allowance exceeding 120 days can exclusively be sanctioned by government. ഗവൺമെന്റിന് മാത്രമേ സാങ്ഷൻ ചെയ്യാൻ അധികാരമുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മുടെ ചില സംശയങ്ങൾ വരുന്നത്. ഇപ്പൊ അപ്പൊ ഞാൻ പലരോടും ലീവ് എടുക്കാൻ പറയുമ്പോഴും ഞാൻ പറയും അറ്റസ്റ്റ് 90 ഡേയ്സ് എടുത്താൽ മതി എന്ന് പറയും. ചിലരുടെ അടുത്ത് ഇപ്പോഴും പറയുന്നുണ്ട് 89 ഡേയ്സ് എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് കയറി തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. 90 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വേറൊരാളെ പോസ്റ്റ് ചെയ്യാവുന്ന പുതിയ ഓർഡർ വന്നിട്ടുണ്ട്. 89 ഡേയ്സ് ആയാൽ പറ്റത്തില്ല. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് ലീവ് വേണ്ടി വരും. ചിലർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, മക്കൾ പഠിക്കുന്നുണ്ടാവും, മക്കളുടെ കല്യാണം ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ, ഫിസിക്കൽ എയിൽമെന്റ്സ്, വീട്ടിലുള്ളവർക്കുള്ള എന്താ പറയുക, എന്തെങ്കിലും മെഡിക്കൽ ഗ്രൗണ്ടിൽ, ഇതൊക്കെ നമുക്ക് ലീവ് വേണ്ടി വരും. അവിടെയൊക്കെയാണ്. അപ്പൊ ഗവൺമെന്റിൽ ഇപ്പൊ നമ്മൾക്കറിയാം സർക്കാർ കാര്യം മുറ പോലെ എന്നറിയാം. നമ്മൾ ദിവസവും തോറും നമ്മൾ ഞാനും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്, അതും പ്രത്യേകിച്ച് കോടതിയിൽ. അപ്പൊ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ there is somewhat ഡിലേ, ഒരുപാട് ഡിലേ ഉണ്ട്. ആ ഡിലേ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. സംടൈംസ് ഇനോർഡിനേറ്റ് ഡിലേ ക്യാൻ ബി ഒക്കേർഡ്. അപ്പൊ അത് ഇനോർഡിനേറ്റ് ഡിലേ എന്ന് പറയുമ്പോൾ ദാറ്റ് റിസൾട്ട്സ് ഇറിപ്പറബിൾ ലോസ്. നമുക്ക് ചിലപ്പോൾ പലപ്പോഴും നമ്മൾക്ക് നഷ്ടങ്ങൾ പലതും ഉണ്ടാവും. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നഷ്ടങ്ങൾ പലതും ഉണ്ടാവും. ഇതൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ബേസിക്കലി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ഐ ആം മേക്കിംഗ് എ സം അപ്പ് ഓഫ് വാട്ട് ഐ ഹാവ് ഓൾറെഡി റിവീൽഡ്. ഒന്നുകൂടെ പറയാം. ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. Basically, departments are divided into two. Vacation department, then comes to non-vacation department. And more privileges are extended to those employees belonging to non-vacation department. ഓർത്തിരിക്കുക. Then, leave are mainly categorized into two. First one is ordinary leave and second one is special leave. As I have already told that ordinary leave is applicable to all employees, but special leave is exclusively for special purpose. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ആ ലീവ് നമുക്ക് സാങ്ഷൻ ചെയ്യുന്നത്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. The authority competent to make sanctioned order one is who is or the officer who is empowered to sanction. ചിലയിടത്ത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരിക്കാം, ചിലയിടത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കാം, ചിലയിടത്ത് സൂപ്രണ്ടന്റ് ആയിരിക്കാം.
or any other person. രണ്ടാമത്തത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് സാങ്ഷൻ ചെയ്യാവുന്ന ലീവ് എന്ന് പറയുന്നത്, ഗവൺമെന്റിന് ലീവ് വിത്തൗട്ട് അലവൻസ് എക്സീഡിങ് 120 days can exclusively be sanctioned by government. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഓർഡിനറി ലീവ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഏൺഡ് ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, ലീവ് വിത്തൗട്ട് അലവൻസ്, ലീവ് നോട്ട് ഡ്യൂ. ലീവ് നോട്ട് ഡ്യൂ. ഇനി നമുക്ക് ഏൺഡ് ലീവ് എന്താണെന്ന് പറയാം. ഏൺഡ് ലീവ് എന്ന് പറയുന്നത്, ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ലീവ് അക്കൗണ്ട് ഏതൊക്കെ ലീവിനാ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ലീവ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഏൺഡ് ലീവ് ആൻഡ് ഹാഫ് പേ ലീവ്. ഏൺഡ് ലീവിനും ഹാഫ് പേ ലീവിനും മാത്രമേ ലീവ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തു. If anybody feels any doubt, you can ask. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. നമുക്ക് ഇന്ററാക്ട് ചെയ്ത് വേണം കാര്യങ്ങൾ പോകേണ്ടത്. എങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഞാനിങ്ങനെ വെർച്വൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിത് എന്താ പറയുക, ഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ എന്നുകൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. സത്യസന്ധമായിട്ട് പറഞ്ഞത്. എനിബഡി ഫീൽസ് എനി ഡൗട്ട്, പ്ലീസ് കൈൻഡ്ലി ആസ്ക്. കേട്ടോ, അത് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. പ്ലീസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക്, ഡിസ്കഷനിലേക്ക് വരാം. ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിക്കണം. ഓക്കെ, അപ്പം ഇനി സംശയങ്ങൾ വരാനുള്ള സമയമാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അപ്പൊ ഏൺഡ് ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഡ്യൂട്ടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏൺഡ് ലീവ് കിട്ടത്തുള്ളൂ. ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ്, ഇതെല്ലാം നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളല്ല പറയുന്നത്. നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ബിക്കോസ് യു ആർ ഓൾ ബിലോങ്ങിങ് ടു നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ 365 days നിങ്ങൾക്ക് വർക്കിംഗ് ഉള്ള ഒരായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത്. ഇൻ ദ ഫസ്റ്റ് ഇയർ സർവീസ്, ഇപ്പൊ 1ാം വർഷം 1/22 വിൽ ബി അക്രൂഡ്. 22 ദിവസം ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു ഏൺഡ് ലീവ് കിട്ടും. അപ്പൊ 365 ആകുമ്പോൾ 16 അതിൽ ഒരു ഫ്രാക്ഷനും കൂടെ വരും. 22-ൽ 13 കണ്ട് വരും. വേണമെങ്കിൽ അത് 17 റൗണ്ട് ചെയ്യാം, അവിടെ കിടക്കട്ടെ. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം, ഫസ്റ്റ് ഇയർ സർവീസിൽ 1/22 വിൽ ബി സാങ്ഷൻഡ്. 22-ൽ 1 നമ്മൾക്ക് കിട്ടുന്നത്. 22 ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഏൺഡ് ലീവ് അക്രൂ ചെയ്യും. നമ്മുടെ ലീവ് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി വരും. ബട്ട് ഇൻ ദ സെക്കൻഡ് ഇയർ ആൻഡ് സക്സീഡിങ് ഇയേഴ്സ് 1/11 വിൽ ബി അക്രൂഡ്. തുടർന്നുള്ള വർഷങ്ങളിൽ 11-ൽ 1 അക്രൂ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഏകദേശം 33-ഉം 11-ൽ 2 ഏകദേശം വരും. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കി, 2ാം വർഷം ആ ഫ്രാക്ഷൻ വിട്ട് കളഞ്ഞിട്ട് അവിടെ കിടന്നോട്ടെ, നമുക്കത് പിന്നെ എന്തെങ്കിലുമൊക്കെ റൗണ്ട് ചെയ്യാം. 33 ദിവസം 2ാം വർഷം മുതൽ 33 ദിവസം കിട്ടും. പക്ഷേ 2ാം വർഷം അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് 2 വർഷം കഴിഞ്ഞാണ്. 2 വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് ലീവുകൾ അവൈൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ അവൈൽ ചെയ്തപ്പോൾ ഒരാൾ 1 മാസം LW എടുത്തെന്നിരിക്കട്ടെ. അപ്പൊ 30 ദിവസം LW എടുത്തെങ്കിൽ 365 ദിവസത്തിൽ നിന്ന് 30 ദിവസം കുറച്ച് 335 ദിവസത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ഏൺഡ് ലീവ് കിട്ടത്തുള്ളൂ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കാഷ്വൽ ലീവ് വിൽ ബി കൺസിഡേർഡ് ആസ് ഡ്യൂട്ടി. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, വിച്ച് ലീവ് വിൽ ബി കൺസിഡേർഡ് ആസ് ഡ്യൂട്ടി? കാഷ്വൽ ലീവ് ഡ്യൂട്ടിയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആഫ്റ്റർ ദ സ്പാൻ ഓഫ് 3 years, 3 വർഷം കഴിയുമ്പോൾ, എല്ലാവരും ഞാൻ ഇതെല്ലാം പറയുന്നത്
മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ്. അടിയുണ്ടാക്കി സസ്പെൻഷന് അല്ലെങ്കിൽ കുറച്ചു കാലം അൺഓതറൈസ്ഡ് ആബ്സെൻസ്, ഇതൊന്നും ഇതിനകത്ത് വരത്തില്ല. ഞാൻ പറഞ്ഞു നോർമലായിട്ട് പോയി എല്ലാ ദിവസവും പോയി ജോലി ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഇതാണ് ഈ പറയുന്നത്. അല്ലാത്തവർക്ക് അതിന് റിമാർക്കബിൾ ആയിട്ടുള്ള വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും. 3 വർഷം കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയി 3 വർഷം കഴിയുമ്പോൾ, the earned leave already calculated in the first year as 1/22 will be recalculated to 1/11. ഒന്നുകൂടെ പറയാം. 3 വർഷം സർവീസ് കഴിയുമ്പോൾ 1-ാം വർഷം കാൽക്കുലേറ്റ് ചെയ്ത 22/1 എന്ന ലീവിനെ റീകാൽക്കുലേറ്റ് ചെയ്ത് 11/1 ബാലൻസ് ലീവ് കൂടി നിങ്ങളുടെ ലീവ് അക്കൗണ്ടിലേക്ക് അക്രൂ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അത് പരിശോധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ലീവ് അക്കൗണ്ടിൽ അത് പരിശോധിച്ച് വന്നിട്ടുണ്ടോ? 3 വർഷം സർവീസ് കഴിഞ്ഞവര് എത്ര പേര് പരിശോധിച്ചിട്ടുണ്ട്? പ്ലീസ് മേക്ക് യുവർ ആൻസർ. ഏകദേശം 17 ലീവ്. 17 ലീവ് എന്ന് പറയുമ്പം ഒരു അരമാസത്തിൽ കൂടുതൽ ശമ്പളം. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നിരിക്കട്ടെ, 50,000 രൂപ കൂടുതൽ പൈസ കിട്ടേണ്ട കാര്യമായി പറഞ്ഞു. ആ ലീവ് എല്ലാവർക്കും പ്രയോജനം. ആ ലീവ് വേണമെങ്കിൽ അവൈൽ ചെയ്യുകയും ചെയ്യാം. അവിടെയാണ് നമ്മൾ അത് ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ലീവ് അക്കൗണ്ട് പരിശോധിക്കുക. First, you verify your leave account and the first year earned leave after span of 3 years, whether it will be recalculated or not. എന്നുള്ളതൊന്ന് പരിശോധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാലൻസ് ലീവ് കൂടി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രയർ അല്ലെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങളുടെ ലീവ് അക്കൗണ്ടിൽ ആഡ് ചെയ്യാം. അതിന് നിയമപരമായിട്ട് തടസ്സം ഇല്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, വർഷം എന്ന് പറയുമ്പോൾ കലണ്ടർ ഇയർ ഉണ്ട്, ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്, കംപ്ലീറ്റഡ് ഇയർ ഉണ്ട്. ഒന്നുകൂടെ പറയാം. വർഷം, ഇയർ എന്ന് പറയുമ്പോൾ കലണ്ടർ ഇയർ ഉണ്ട്, ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ. ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്, ഏപ്രിൽ 1 തൊട്ട് നെക്സ്റ്റ് മാർച്ച് 31 വരെ. കംപ്ലീറ്റഡ് ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന, ഇപ്പൊ ജനുവരി 1-ാം തീയതി സർവീസിൽ കയറിയ ഒരാള് 1 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത് ഡിസംബർ 31 AM-നാണ്, അടുത്ത ജനുവരി 1-നല്ല. ഓർത്തോളുക. അവിടെയാണ് നമ്മൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അറ്റ് എ ടൈം എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം a maximum of 30 earned leave can be surrendered. നിങ്ങൾക്ക് 15 മതിയെങ്കിൽ 15 ചെയ്യാം. പക്ഷെ മാക്സിമം, ഒരു പ്രാവശ്യമേ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യം 15 ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ഒരു 15 കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. Now it is not allowed. You can surrender a maximum of 30 earned leave in a financial year. 30 ലീവ് സറണ്ടർ ചെയ്യാം. കൂടാതെ ബാലൻസ് ലീവുകളെല്ലാം അക്രൂ ചെയ്ത് നമ്മൾക്ക് റിട്ടയർ ആവുമ്പോൾ മാക്സിമം 300 ഏൺഡ് ലീവ് സറണ്ടർ ചെയ്യാം. ആ 300 ഏൺഡ് ലീവ് സറണ്ടർ ചെയ്യുന്നതിനെ പറയുന്ന പേര് ടെർമിനൽ സറണ്ടർ എന്നാണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് allowed, total number of earned leave allowed for terminal surrender is 300 days. 300 ദിവസം വരെ സറണ്ടർ ചെയ്യാൻ കഴിയും. ഇനി വേറൊരു കാര്യമുണ്ട്. ടെമ്പററി എംപ്ലോയീസിന് 15 പറ്റത്തുള്ളൂ, കോൺട്രാക്ട് എംപ്ലോയീസിന് 15 പറ്റത്തുള്ളൂ, 180 ദിവസം ജോലി ചെയ്യുന്ന എംപ്ലോയ്മെന്റുകാർക്ക് 15 ദിവസമേ പറ്റത്തുള്ളൂ. ഓർത്തോളൂ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ടെമ്പററി എംപ്ലോയീസിന് 15, കോൺട്രാക്ട് എംപ്ലോയീസിന് 15, അതുപോലെ തന്നെ എംപ്ലോയീസ് ഹു ആർ സെലക്ടഡ് ത്രൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഫോർ 180 days, up to 180 days can surrender
എ മാക്സിമം ഓഫ് 15 days. 15 ദിവസമേ പറ്റത്തുള്ളൂ. ഇനിയും യെസ്, ഹാവ് ഗോട്ട് എനി ഡൗട്ട് ഡോക്ടർ? ഇനി ആർക്കെങ്കിലും സംശയം വല്ലതും ഉണ്ടോ? സർ, പ്ലീസ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഏൺ ലീവ് സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ 2.5 വർഷമായപ്പോൾ ഏൺ ലീവ് സറണ്ടർ ചെയ്തു. അപ്പൊ ആദ്യത്തെ 15 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 years കഴിയുമ്പോഴത്തേക്കും 33 ആവത്തില്ലല്ലോ. എടുക്കാതിരുന്നാലല്ലേ ഉള്ളൂ. 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഏൺ ലീവ് എടുത്താലല്ലേ ഉള്ളൂ ഫസ്റ്റ് ഇയർ 33 ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് ഇയർ ഡോക്ടർ 15 ലീവ് സറണ്ടർ ചെയ്തു. ആ, ഇറ്റ് ഈസ് യുവർ റൈറ്റ്. 30 സറണ്ടർ ചെയ്യാം മാക്സിമം. പക്ഷെ ലീവ് അക്കൗണ്ടിൽ 15 ഉള്ളായിരുന്നു, സറണ്ടർ ചെയ്തു. ഓക്കെ സർ. 3 വർഷം കഴിയുമ്പോൾ ബാക്കി 18 കൂടെ ആഡ് ചെയ്യും. സർവീസിൽ നമ്മൾ ഡ്യൂട്ടിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ കിട്ടും സറണ്ടർ ചെയ്താലും, അല്ലേ? ഉറപ്പായിട്ടും കിട്ടും. അതാ ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്യണമെന്ന്. ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ ഗുഡ് നെയിം മാം. നിധി. ഏതാ നമ്മുടെ നിബിയാണോ? അല്ല, തിരുവനന്തപുരത്തുള്ള നിധി. നിക്കി. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഇറ്റ് ഈസ് അലൗഡ്. ഇനി നമുക്ക് ഏൺഡ് ലീവ് സാലറി ഉണ്ട്. ആരോ somebody has made a question. ബിന്ദു ഡോക്ടർ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയുമോ പ്ലീസ്? സർ, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ മാത്രമല്ലേ അവയിൽ ചെയ്യാൻ പറ്റുള്ളൂ? ഏൺഡ് ലീവ് അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷെ സറണ്ടർ ചെയ്യാം. ഏൺഡ് ലീവ് ലീവായിട്ട് അവൈൽ ചെയ്യുന്നത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ അത്രയും ദിവസം പ്രൊബേഷൻ നീളും. പക്ഷെ സറണ്ടർ ചെയ്യാം. somebody has asked how can we access the അതുകൊണ്ട് ഡോക്ടർ അതുകൂടെ ഒന്ന് പറഞ്ഞേ. We access the leave account details. AG-യിൽ ചോദിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ സ്പാർക്കിൽ ചോദിച്ചാൽ കിട്ടും. ഓക്കെ. വാട്ട് ഈസ് മെൻ ബൈ സറണ്ടറിങ്? somebody is asking. നമ്മളെ ലീവ് വിറ്റ് കാശാക്കുക, അതാ സറണ്ടറിങ്. ലീവ് വിറ്റ് കാശാക്കുന്നു, അതാ സറണ്ടറിങ്. അപ്പോൾ ആ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് വാട്ട് ആർ ദി ഇമോളിമെന്റ്സ് എക്സ്റ്റെൻഡഡ് എന്നുള്ളത്, നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത്. ഏൺഡ് ലീവ് എന്ന് പറയുമ്പോൾ ഏൺഡ് ലീവ് സാലറി ആണ്. ഏൺഡ് ലീവ് സാലറി ആണെങ്കിലും ഏൺഡ് ലീവ് സറണ്ടർ ആണെങ്കിലും സെയിം തന്നെയാണ്. എന്തൊക്കെയാണ് ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത് എന്നുള്ളതൊന്നും നോക്കാം. പേ എന്ന് പറയുമ്പോൾ എന്താണ്? മാം, somebody is making some question. പ്ലീസ് ചോദിച്ചോളൂ. സർ, ഈ 1/22 1/11 കിട്ടുമെന്ന് പറഞ്ഞില്ല, അതിന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടോ അതോ 3 years കഴിയുമ്പോൾ? അങ്ങനെ ഞാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പറഞ്ഞില്ല. പ്രൊബേഷൻ 3 ഡിക്ലെയർ years കഴിഞ്ഞാൽ കിട്ടും. സർവീസിലുണ്ടെങ്കിൽ കിട്ടും. അതാ ഞാൻ പറഞ്ഞ 3 years അത് കിട്ടണം. നിങ്ങൾ യു വെരിഫൈ ദാറ്റ് വെദർ ഇറ്റ് ഈസ് ആഡഡ് ഇൻ യുവർ ലീവ് അക്കൗണ്ട്. അതർവൈസ് യു മേക്ക് എ പ്രയർ. കേട്ടോ? ഓക്കെ സർ. ഓക്കെ. അപ്പം ഏൺഡ് ലീവ് സറണ്ടർ ചെയ്താൽ, അല്ലെങ്കിൽ ഏൺഡ് ലീവ് സാലറിയിൽ നമ്മൾക്ക് എന്തെല്ലാം ഇമോളിമെന്റ്സ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേ എന്ന് പറഞ്ഞാൽ ബേസിക് പേ. പിന്നെ അതിന്റെ കൂടെ വേണമെങ്കിൽ വല്ല സ്പെഷ്യൽ പേയോ പേഴ്സണൽ പേയോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് കിട്ടും. പ്ലസ് DA, HRA, CCA. HRA എന്ന് പറഞ്ഞാൽ ഹൗസ് റെന്റ് അലവൻസ്, CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഇത്രയും കിട്ടും. ബട്ട് നോ സ്പെഷ്യൽ അലവൻസ് വിൽ ബി ഗിവൺ. ചിലർക്ക് സ്പെഷ്യൽ അലവൻസ് ഉണ്ടാകും, പോസ്റ്റ്മോർട്ടം അലവൻസ്, ചിലർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അലവൻസ് ഉണ്ടാകാം, ചിലർക്ക് മറ്റെന്തെങ്കിലും അലവൻസുകൾ ഉണ്ടാകാം. ഇനി ഈ അലവൻസുകളൊന്നും കിട്ടത്തില്ല. ഏൺഡ് ലീവ് സാലറി ആണെങ്കിലും ഏൺഡ് ലീവ് സറണ്ടർ ആണെങ്കിലും കിട്ടുന്നത് പേ കിട്ടും. പേ എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് പേഴ്സണൽ പേ. പിന്നെ നമ്മള് ചിലർക്ക് സ്പെഷ്യൽ പേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേയിലെ പെർവ്യൂവിൽ വരുന്നതാണത്, അത് കിട്ടും. പ്ലസ് DA മീൻസ് ഡിയർനെസ് അലവൻസ്, പ്ലസ് HRA, പ്ലസ് CCA. ഇത്രയും കാര്യങ്ങളാണ്. 300 maximum earned leave can be accumulated. 300. 300 കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ലീവ് അക്കൗണ്ടിൽ 350 ലീവ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ലിമിറ്റഡ് ടു 300. ബാക്കി ലീവ് എടുത്ത്
സ്പെഷ്യലിസ്റ്റിന് സ്പെഷ്യൽ പേ കിട്ടുന്നില്ലല്ലോ സാർ ഏൺ ലീവ് സറണ്ടർ അത് ഏൺ ലീവിന്റെ സറണ്ടർ ചെയ്യുമ്പോൾ സ്പെഷ്യലിസ്റ്റുകൾക്ക് സ്പെഷ്യൽ പേ ആണോ ഉള്ളത്? കിട്ടുന്നില്ല. സ്പെഷ്യൽ പേ ആയിരിക്കത്തില്ല. സ്പെഷ്യൽ പേ കിട്ടുന്നില്ല. ബേസിക് പേ മാത്രമേ കിട്ടുന്നുള്ളൂ. ബേസിക് പേ മാത്രമേ ഉള്ളൂ. അല്ല സ്പെഷ്യൽ പേ ഉള്ളതാ നമുക്ക്, പക്ഷെ അത് അതിൽ തരുന്നില്ലല്ലോ. ഏൺ ലീവില് അവര് അത് തരുന്നില്ല, സ്പെഷ്യൽ പേ തരുന്നില്ല. അത് സ്പെഷ്യൽ പേ ആയിരിക്കത്തില്ല, സ്പെഷ്യൽ അലവൻസ് ആയിരിക്കും. അല്ല പേ തന്നെയാണ്, സ്പെഷ്യൽ പേ തന്നെയാണ് അത് വരുന്നത്. അതൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അതെ, അത് വർഷങ്ങളായിട്ട് അത് കിട്ടുന്നില്ല. അതാരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് തരാത്തത്. അതാരും ചോദിച്ചിട്ടില്ല. സ്പെഷ്യൽ പേ എത്ര രൂപയാണ് മാം കിട്ടുന്നത്? ഞാനിപ്പം ഹയർ ഗ്രേഡിലാണ്, അപ്പൊ എനിക്ക് 14,700 കിട്ടും. 14,700 കിട്ടും അല്ലേ? സ്പെഷ്യൽ പേ അപ്പൊ മാഡത്തിന് മാം ഒരു കാര്യം, മാമിന് ഈ എൻഡ് ലീവ് സറണ്ടർ ചെയ്തപ്പോഴുള്ള പേ സ്ലിപ്പ് ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണേ. ശരി. ഐ വിൽ എക്സാമിൻ ആൻഡ് ഐ വിൽ ഗിവ് യു എന്താണ് എന്നുള്ള പ്രോപ്പർ അഡ്വൈസ് കേട്ടോ. ഇനി അപ്പൊ എൻഡ് ലീവിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇപ്പൊ ഞാൻ അടുത്ത സബ്ജക്റ്റിലേക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കുകയാണ്. ഹാഫ് പേ ലീവ്. എന്താണ് ഹാഫ് പേ ലീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ലേമൻ സെൻസിൽ അല്ലെങ്കിൽ നമ്മളൊരു കോമൺ മാൻ അറിയാം. ഹാഫ് പേ അർത്ഥവേതനം എന്ന് പറഞ്ഞാൽ പകുതി ശമ്പളം. പകുതി ശമ്പളം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾക്ക് ഹാഫ് പേ ലീവ് സാലറി എന്ന് പറയുമ്പോൾ 65% സാലറി, അതാണ് ജീവനാംശം എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ബേസിക് പേക്ക് താഴെയുള്ളവർക്ക് ഫുൾ DA ഫുള്ള് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു കവർ 65% പകുതി ശമ്പളം എന്നാണ് ഹാഫ് പേ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഹാഫ് പേ ലീവ് എന്ന് പറഞ്ഞാൽ പകുതി ശമ്പള അവധി. അതായത് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ 20 ഹാഫ് പേ ലീവ് വിൽ ബി അക്രൂഡ്. 20 ഹാഫ് പേ ലീവ് നമ്മുടെ ലീവ് അക്കൗണ്ടിൽ കയറും. 20 വർഷം സർവീസ് കഴിഞ്ഞാൽ 240 ഹാഫ് പേ ലീവ് കിട്ടും. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ 1 വർഷം സർവീസ് കഴിഞ്ഞാൽ 20 ദിവസം എടുക്കാമോ? എടുക്കാം. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് 20 ദിവസം നീണ്ടുപോകുന്നേ ഉള്ളൂ. 2 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് എടുക്കുന്നത് 40 ദിവസം യു ക്യാൻ അവൈൽ. അതിനകത്ത് യാതൊരു ഒരു സംശയവും വേണ്ട. ഒന്നുകൂടെ ഞാൻ പറയാം. ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയറിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ 5.5 വർഷം സർവീസ് ഉള്ള ഒരാൾക്ക് 110 ലീവ് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. ഓൺലി 100 ഹാഫ് പേ ലീവ് എലിജിബിൾ ആൻഡ് എൻടൈറ്റിൽഡ്. 5 വർഷത്തെ എടുക്കത്തുള്ളൂ. അവിടെയാണ് നമ്മുടെ ഈ ചില സംശയങ്ങൾ വരുന്നത്. 5 വർഷം 10 മാസമായാലും 11 മാസമായാലും 5 വർഷത്തെ എടുക്കത്തുള്ളൂ. 20 × 5 100 ഹാഫ് പേ ലീവേ കിട്ടുന്നത്. അപ്പൊ ഹാഫ് പേ ലീവിന് എന്ന് പറയുന്നത് പകുതി ശമ്പളം, പകുതി DA, പകുതി അത് ആ വഴിക്ക് പോകും എന്ന് പറയുമ്പോൾ ബട്ട് ഇറ്റ് ഷുഡ് കവർ ടോട്ടൽ 65% ഓഫ് യുവർ സാലറി. അതാണ് ജീവനാംശം എന്ന് പറയുന്നത്. അപ്പൊ ഹാഫ് പേ ലീവ് സാലറി തന്നെയാണ് സസ്പെൻഷൻ അലവൻസ് അഥവാ സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറയുന്നത്. അതും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. സബ്സിസ്റ്റൻസ് അലവൻസ് ഓർ സസ്പെൻഷൻ അലവൻസ് ഈസ് ഈക്വലൻ ടു ദ ഹാഫ് പേ ലീവ് സാലറി. 65% സാലറി കിട്ടും സസ്പെൻഷൻ അലവൻസിന്, അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറയുന്നത് 65% സാലറി നിങ്ങൾക്ക് കിട്ടും. ചില ഡിഡക്ഷൻസ് ഒക്കെ വരും, അത് നമ്മൾ തുടർന്ന് പഠിക്കും. ഹാഫ് പേ ലീവ് ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയാ അടുത്തത് വരുന്നത് കമ്മ്യൂട്ടഡ് ലീവ്. Twice half pay leave is called commuted leave. Twice half pay leave is called commuted leave എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 20 ഹാഫ് പേ ലീവ് ഉള്ള ഒരാൾക്ക് 10 കമ്മ്യൂട്ടഡ് ലീവേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഫുൾ പേ ഉള്ള ലീവ് കിട്ടുന്നത്. അതാണ്
ഇപ്പൊ ടോയ്സ് ഹാഫ് പേ, അപ്പൊ 240 ഹാഫ് പേ ലീവിന് കമ്മ്യൂട്ട് ചെയ്താൽ 120 കമ്മ്യൂട്ടഡ് ലീവ് കിട്ടും. ടോയ്സ് ഹാഫ് പേ ലീവ് ഇസ് കോൾഡ് കമ്മ്യൂട്ടഡ് ലീവ്. Then there is a question, who is eligible to avail commuted leave? എല്ലാവർക്കും കമ്മ്യൂട്ടഡ് ലീവ് കിട്ടുമോ? എല്ലാവർക്കും കമ്മ്യൂട്ടഡ് ലീവ് കിട്ടുമോ? ക്വസ്റ്റ്യനാ. നോ, എല്ലാവർക്കും കമ്മ്യൂട്ടഡ് ലീവ് കിട്ടത്തില്ല. ബട്ട് ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് 3 years of service സക്സസ്ഫുള്ളി, 3 വർഷം തൃപ്തികരമായിട്ടും വിജയകരമായിട്ടും പൂർത്തിയാക്കിയ ഒരു എംപ്ലോയിക്ക് മാത്രമേ കമ്മ്യൂട്ടഡ് ലീവ് അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 വർഷത്തിനുള്ളിൽ ആരെങ്കിലും അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും, ആ പൈസ തിരിച്ചടക്കേണ്ടി വരും. I repeat once again, commuted leave can be availed or eligible for employees who are completed 3 years of service successfully. എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? വന്ന് ജോയിൻ ചെയ്തിട്ട് 2 വർഷം ലീവ് എടുത്ത് പോയാലൊന്നും കിട്ടത്തില്ല. അതാണ് അതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത്. കമ്മ്യൂട്ടഡ് ലീവിന് നിങ്ങൾക്ക് സ്പെഷ്യൽ അലവൻസ് ഒഴികെയുള്ള എല്ലാ ശമ്പളവും കിട്ടും, ലീവ് സാലറി കിട്ടും. ഇതാണ് കമ്മ്യൂട്ടഡ് ലീവിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ലീവ് വിത്തൗട്ട് അലവൻസ്. നമുക്ക് 9:30 മുമ്പിട്ട് അത് തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരല്പം ഗിയർ മാറ്റി വണ്ടി ഓടിച്ചത്. അപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ യു പ്ലീസ് മേക്ക് ഇറ്റ് ഫ്രാങ്ക്ലി കേട്ടോ. ഞാൻ പിന്നെ ഇത് നിങ്ങളുടെ സമയം വളരെ ലിമിറ്റഡാ. ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇപ്പൊ ഈ പറയുന്ന പോലെ ബിന്ദു ഡോക്ടർ എത്ര പേര് കയറിയിട്ടുണ്ട് ഇന്ന്? സാറേ 127 ഡോക്ടേഴ്സ് ഉണ്ട്. 127 ഡോക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഇസ്ന്റ് ഇറ്റ്? യെസ് സർ. ചാറ്റ് ബോക്സിൽ കമന്റ്സ് വരുന്നുണ്ടോ? ബോറായിട്ട് തോന്നുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതൊക്കെ ഇത് ഡ്രൈ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൾസോ. കാരണം എന്ന് പറയാൻ അവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നതല്ല, നെഗറ്റീവായ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. ലീവ് വിത്തൗട്ട് അലവൻസ്. ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശൂന്യ വേതന അവധി എന്നാണ് പറയുന്നത്. ശമ്പളമില്ലാത്ത അവധി. ഞാൻ ആദ്യമേ പറഞ്ഞു, LWA അപ് ടു 4 months can be sanctioned by the empowered authority. പക്ഷെ LWA exceeding 120 days can exclusively be sanctioned by government. അത് ഗവൺമെന്റിന് മാത്രമേ സാങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. 120 ദിവസത്തിന് മുകളിലുള്ള ലീവ്. ഇപ്പൊ പലരും ലീവ് എടുത്തിട്ട് പോകുമ്പോൾ സാങ്ഷൻ ചെയ്യുന്നില്ല, അൺഓതറൈസ്ഡ് ആബ്സെന്റ് ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് മെമ്മോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മറുപടി ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. മറ്റു പലരുടെയും ഡിസിപ്ലിനറി ഞാൻ തന്നെ പറഞ്ഞ് ഒഴിവാക്കിച്ചിട്ടുമുണ്ട് എന്റെ സർവീസിൽ, ഇത്രയും കാലത്തെ ആ ഒരു ജീവിതത്തിൽ. ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിനാണ് സംഭവിച്ചിരിക്കുന്നത് ഡ്യൂ ടു വേരിയസ് റീസൺസ്. അപ്പോഴേ 120 ദിവസത്തിൽ കവിഞ്ഞ LWA exceeding 120 days can exclusively be sanctioned by government. മാക്സിമം എത്ര എടുക്കാമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 5 വർഷമേ പറ്റൂ. പണ്ട് 20 വർഷം പറ്റുമായിരുന്നു. 5 വർഷത്തെ വെച്ച് 4 ബ്ലോക്ക് എടുക്കാമായിരുന്നു. 20 വർഷം വരെ പറ്റുമായിരുന്നു. ഇപ്പൊ മാക്സിമം 5 വർഷം മാത്രമേ LWA നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എംപ്ലോയ്മെന്റ് വിത്തിൻ ഇന്ത്യ, എംപ്ലോയ്മെന്റ് എബ്രോഡ് ഓർ എനിത്തിങ്. നിങ്ങൾക്ക് ഇപ്പൊ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാം, 5 വർഷം ലീവ് എടുത്തു. യെസ്, ഡോക്ടേഴ്സിന്റെ സമയമാകുമ്പോ ഒരു മൂന്നാട്ട് പറയും അവശ്യ സർവീസ് ആണ് തേങ്ങയാണ് അങ്ങനെ ഓരോന്ന് പറയുന്നു. ഇത് ഓഫല്ല മൈക്രോഫോൺ. Any doubt? Somebody is making some words, but it is not legible, audible. If it is a doubt, please make it once again. I will clear it. അതായത് എനിക്ക് തോന്നുന്നു പുള്ളി ഉദ്ദേശിച്ചത് ഡോക്ടേഴ്സ് ഇങ്ങനെ സാറ് പറയുന്നത് പോലെ ഇപ്പൊ ഒരു ഡോക്ടറിന് ഇങ്ങനെ ഇത്രയും റെസ്ട്രിക്റ്റ് ആയിട്ട് HR കുറഞ്ഞുള്ള ഡെയിലി 60 OP നോക്കാൻ WHO പറയുന്നിടത്ത് 200 OP നോക്കി ഡെയിലി നോക്കി ജീവിതത്തിൽ ഒരു വിരക്തി വന്ന് ലീവ് എടുക്കണം എന്ന് വിചാരിച്ചോളൂ. ഒരു 2 വർഷം ഡോക്ടറിന് കൃഷി ചെയ്യണം എന്ന് തോന്നി.
അത് കഴിഞ്ഞിട്ട് തിരിച്ച് ആക്റ്റീവായിട്ട് വന്ന് കൂടുതൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്യണമെന്ന് ഡോക്ടർക്ക് തോന്നി. ഞാനൊരു ബ്രേക്ക് എടുത്താലേ പറ്റൂ. അങ്ങനെ എടുക്കുമ്പോൾ ഈ സ്റ്റേറ്റ് മെഷീനറി ഡോക്ടർ അവശ്യ സർവീസ് ആണ്, ഇങ്ങനെ ഡോക്ടർക്ക് മെന്റൽ റെസ്റ്റ് ആവശ്യമില്ല എന്ന് പറയുമോ? അവശ്യ സർവീസ് ആയതുകൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ദാറ്റ് ഡിപ്പെൻസ്. ഇപ്പൊ കൊറോണ സമയമാണെങ്കിൽ ഡോക്ടർമാരുടെ സ്കെയർസിറ്റി നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ, ബ്രെയിൻ ഡ്രെയിൻ പ്രോബ്ലം ഒരുപാടുണ്ട്. ബ്രെയിൻ ഡ്രെയിൻ പ്രോബ്ലം. ഐ തിങ്ക് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ്. ഇവിടുന്ന് നല്ല ഡോക്ടർമാര് ഞാൻ ഉദ്ദേശിച്ച എല്ലാവരും നല്ല ഡോക്ടർമാരാ. വേറൊരു ആംഗിളിൽ ചിന്തിച്ചാൽ മതി. ഇപ്പൊ അവര് ഒരുപാട് പേര് അവരുടെ സർവീസ് മറ്റ് രാജ്യത്താണ്. അതെ സാർ, ആ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവുന്നതിന്റെ ഒരു കോസും ഈ വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെ കുറവായോണ്ടാണല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഒരു എസ്മയുടെ പെർവ്യൂവിൽ വരുമോ എന്നുള്ള, എസ്മയുടെ പെർവ്യൂവിൽ വരും, നമ്മുടെ സർവീസ് വരും. കാരണം എസെൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, എസ്മ എന്ന് പറഞ്ഞ. അതിന്റെ നമ്മുടെ മാത്രമല്ല റൈറ്റ് ടു സർവീസ് അതിനകത്ത് വരും. റൈറ്റ് ടു ഹിയർ, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നതും നമ്മൾക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളെ അവിടെ ചില certain rigid provisions are included. Okay. Anyway, അപ്പൊ LWA മാക്സിമം Bindu doctor, somebody has made some doubt. സാറേ വായിക്കട്ടെ. മാക്സിമം earn leave that can be availed in 15 years service, half paid leave, maximum leave without allowance, maximum that can be availed. എനിക്ക് തോന്നുന്നു ചോദിക്കുന്നത് 15 years സർവീസിനകത്ത് maximum earn leave that can be availed, half paid leave that can be availed, maximum leave without allowance that can be availed. അതായത് മാക്സിമം ഏണ്ട് ലീവ് 180 days പറ്റും. ഹാഫ് പേ ലീവ് 240 പറ്റും. പണ്ട് 120 ആയിരുന്നു, ഇപ്പൊ 240 വരെ അവൈൽ ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. 8 മാസം വരെ അനുവദിക്കുന്നുണ്ട്. 240 ദിവസം വരെ അനുവദിക്കുന്നുണ്ട്. 240 days അനുവദിക്കുന്നുണ്ട്. ദാറ്റ് ഐ വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഏതൊക്കെ മാക്സിമം ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് then I will give it. ഓക്കെ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മള് ഇപ്പൊ ഞാൻ ലീവ് വിത്തൗട്ട് അലവൻസിന്റെ കാര്യം പറഞ്ഞു. നേരത്തെ 20 വർഷം വരെ 4 ബ്ലോക്കായിട്ട് 5 വർഷം വെച്ച് 4 ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പൊ അത് എന്ന് പറയുന്നത് നമ്മളെ എംപ്ലോയ്മെന്റ് വിത്തിൻ ഇന്ത്യയിൽ തന്നെ എംപ്ലോയ്മെന്റിന് വേണമെങ്കിൽ പറ്റും. അപ്പൊ ഇപ്പൊ എനിക്കൊരിക്കൽ ഒരു കാര്യം അറിയാം. നമ്മളുടെ ഹെൽത്ത് സർവീസിൽ ഞാൻ പേര് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹം ന്യൂറോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനെ ഏതോ ഇപ്പൊ ഹെൽത്ത് സർവീസിൽ കിട്ടിയപ്പോഴേ ഏതോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പോസ്റ്റ് ചെയ്തു. അവിടെ ആകെ അദ്ദേഹത്തിന് കുറിക്കാവുന്ന ഗുളിക ഒന്നീ പാരസെറ്റമോൾ കുറിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഷ്യൻസോ അങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലിബ്, ആ ഒരു കേപ്പബിലിറ്റിയോ എബിലിറ്റിയോ ഏതെങ്കിലും ഒരു ജില്ലാ ആശുപത്രിയിലായിരുന്നെങ്കിൽ രോഗികൾക്കും കിട്ടിയേനെ. അതുകൊണ്ട് പ്രയോജനം പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ചെയ്തില്ലെങ്കിൽ അത് മറന്നു. ഇപ്പൊ ഞാനിത് പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇത് കൂടെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാനിത് ഓർത്തിരിക്കുന്നത്. ഡേ ടു ഡേ ഹാൻഡിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് ഓർത്തിരിക്കത്തില്ല. ഈ സെക്ഷൻസ് ഒക്കെ എങ്ങനെ ഓർത്തിരിക്കും? വേറെ എന്തെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മാനേജ്മെന്റിന്റെ ഫാക്കൾട്ടിയാണ്, അതുപോലെ തന്നെ ലോ പഠിക്കുന്നുണ്ട്, ലോ പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ അവിടെ ആ ഡോക്ടറോട് കാണിച്ച ഒരു അനീതിയാണ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു? ഡോക്ടർ ഒരു ദിവസം എനിക്ക് പേഴ്സണലി എനിക്കൊന്ന് കാണാൻ, എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അദ്ദേഹത്തിനെ കാണാൻ പോയിരുന്നു. അതും വേറൊരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ആ ഡോക്ടർ ന്യൂറോളജിസ്റ്റ്, പുള്ളിക്കാരനെ കൂടെ ഒന്ന് പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടപ്പോൾ ഞാൻ എൻ്റെ പേര് കേട്ടപ്പോൾ ഇന്ന ആളല്ലേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കാരന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്വിറ്റ് ചെയ്യാൻ തന്നെ ഞാൻ പറഞ്ഞു. കാരണം പുള്ളിക്കാരന്റെ സർവീസ് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ അപാകതയാണ്. ആ സിസ്റ്റത്തിന്റെ അപാകതയാണ്. ആ സിസ്റ്റം എന്തുകൊണ്ട് അതിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മെഡിസിനും മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവര് ഈ പറയുന്ന ആരോഗ്യ വകുപ്പില് പ്രവർത്തിക്കുന്നില്ല. ദാറ്റ്സ് റീസൺ. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണ്, ഇതിന്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ് എന്നുള്ളത് അറിയുന്നില്ല. അവർക്കറിയില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഒരിക്കൽ എക്കണോമിക്സിന്റെ പേപ്പർ നോക്കിയപ്പോൾ, എക്കണോമിക്സിന്റെ ഡിഗ്രിയുടെ പേപ്പർ നോക്കുമ്പോഴാണ്
പേപ്പർ നോക്കാൻ ആളില്ല. മ്യൂസിക് ടീച്ചറെ വിളിച്ച് കീ കൊടുത്തിട്ട് നോക്കിച്ചു. എങ്ങനെ ഇരിക്കും? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ പറയുമ്പോഴേ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ ഡോക്ടറുടെ സേവനം നമ്മൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താം, ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം, അവരെ എങ്ങനെ എൻറിച്ച് ചെയ്യാം, അവരുടെ കഴിവുകൾ എങ്ങനെ എൻഹാൻസ് ചെയ്യാം, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പിയർ ഗ്രൂപ്പിലോ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇതിന് നല്ലൊരു പഠന റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതിന് നിങ്ങൾ തയ്യാറാവണം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ഈ ഹെൽത്തിനുള്ള ഇത്രയും നമ്മൾക്ക് ആ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഈവൻ ദോ ഇറ്റ്സ് എ ക്രിട്ടിക്കൽ അനാലിസിസ്. പുറത്ത് പോട്ടെ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു, അപ്പൊ ലീവ് വിത്തൗട്ട് അലവൻസ് പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ എനിക്കിവിടെ മുഖപരിചയമുള്ള ഒരേ ഒരു ഡോക്ടറുള്ള ബിന്ദു ഡോക്ടർ എന്ന് ഐ വോണ്ട് ടു സീ ഹർ ഫേസ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ബിന്ദു ഡോക്ടറുടെ അടുത്ത് ഞാനിപ്പം 1,00,000 രൂപ ചോദിക്കുന്നു. വെദർ യു വിൽ ഗീവ് മീ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതിപ്പോ സാറിന് പരിചയമുള്ളതുകൊണ്ട് തരും. എന്ത് കണ്ടീഷനിൽ തരും? സാറ് തിരിച്ചു തരുന്ന കണ്ടീഷൻ തിരിച്ചു തരുമെന്ന് അല്ലേ? തിരിച്ചു തരുമെന്നുള്ള കണ്ടീഷനില്ല. ഞാൻ തിരിച്ചു തന്നില്ലെങ്കിലോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യും. 1,00,000 രൂപ നിങ്ങൾ രാവിലെ ഡോക്ടർ എന്ന് പറയുമ്പോൾ മാഡത്തിന് എനിക്ക് ഏകദേശം ഒരു 15 വരെ ഈവൻ ദോ യു ആർ എ സ്റ്റുഡൻറ്, എനിക്ക് വിത്ത് ഡ്യൂ റെസ്പെക്ട് നിങ്ങളുടെ വീട്ടിൽ രാവിലെ ഇല്ല ജാമ്പയ്ക്ക ആകുമ്പോൾ തറ വീഴുമല്ലേ, ഒരു ജാമ്പയ്ക്ക ഉണ്ടല്ലോ, ഞാനൊക്കെ കൊച്ചിലേക്ക് ഇപ്പോഴും ഇഷ്ടമാണ് എനിക്കത്. തറയിൽ തന്നെ പറക്കി തിന്നാൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ കുലുക്കുമ്പോൾ പൈസ വരുമോ? ഇല്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. അപ്പൊ തിരിച്ചു കിട്ടണം. ലൈക്ക് വൈസ് ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ സാങ്ഷനിങ് ഹാഫ് പേ ലീവ് ഇൻ അഡ്വാൻസ്. ഒരാളുടെ ലീവ് അക്കൗണ്ടിൽ ഒരു ലീവും ഇല്ല, പക്ഷെ അയാൾക്ക് ലീവ് വേണം, ലീവ് ആവശ്യവുമാണ്. ഹീസ് എ ലോയൽ എംപ്ലോയി. അയാൾക്ക് ഹാഫ് പേ ലീവ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. അഡ്വാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇത്രയും ലീവ് തിരിച്ച് സർക്കാരിന് കൊടുക്കണം. ചില മെഡിക്കൽ കേസസിൽ വരുമ്പോൾ അങ്ങനെ വരും. അതാണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത്. ലീവ് നോട്ട് ഡ്യൂ മീൻസ് അപ്പൊ ഈ ഹാഫ് പേ ലീവ് സാങ്ഷൻ ചെയ്യുമ്പോൾ അഡ്വാൻസ് കൊടുക്കുമ്പോൾ അയാൾക്ക് പകുതി ശമ്പളം കിട്ടും, ആ ജീവനാംശം കിട്ടും. സർവൈവലിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ സാങ്ഷനിങ് ഹാഫ് പേ ലീവ് ഇൻ അഡ്വാൻസ്, ഇറ്റ് ഈസ് കോൾഡ് ലീവ് നോട്ട് ഡ്യൂ. അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റന്റ് 90 days will be sanctioned. First instance 90 days will be sanctioned. With the medical certificate 180 days will be sanctioned. I repeat once again, with the medical certificate 180 days will be sanctioned. In the entire service 360 days will be sanctioned. എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ലീവ് ഒരാൾക്ക് കൊടുക്കാം, ഒരു ലീവ് ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാം. പക്ഷെ അയാൾ ലീവ് സർവീസിൽ തിരിച്ചു വന്ന് ഇത്രയും ജോലി ചെയ്ത് ഇത്രയും ലീവ് അയാളുടെ ലീവ് അക്കൗണ്ടിൽ അക്രൂ ചെയ്യിച്ച് അത് ക്യാൻസൽ ചെയ്യിക്കണം. അല്ലെങ്കിൽ ആ പൈസ റിക്കവർ ചെയ്യും, കൊടുത്ത പൈസ. This is called leave not due. അപ്പൊ leave not due എന്ന് പറഞ്ഞാൽ I repeat once again, sanctioning half pay leave in advance is called leave not due. At the first instant 90 days will be sanctioned. With the medical certificate 180 days will be sanctioned. In the entire service 360 days will be sanctioned. പക്ഷേ ഇതൊരു കുഴപ്പമുണ്ട്. Prior to 1 year retirement, this will not be sanctioned. Prior to 1 year retirement, this will not be sanctioned. This shall not be sanctioned. Will not be അല്ല, shall not be sanctioned. ഇത് കൊടുക്കാനേ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. കമ്മ്യൂട്ടഡ് ലീവ് പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ് എന്ന് പറഞ്ഞൊരു ലീവ് ഉണ്ട്. കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ് എക്സെപ്റ്റ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, എക്സെപ്റ്റ് സാങ്ഷൻഡ് ഏൺഡ് ലീവ്
one type of leave already availed can be cancelled retrospectively and can be changed into another form. ഒരു വർഷത്തിനുള്ളിൽ അത് ചെയ്തിരിക്കുകയും വേണം. നിങ്ങൾ ഒരു ലീവ് 10 ദിവസം LW എടുത്തു, 3 മാസം കഴിയുമ്പോഴാണ് അറിഞ്ഞത്, അയ്യോ എനിക്ക് ഹാഫ് പേ ലീവ് ഉണ്ടായിരുന്നു, 10 ദിവസം എനിക്ക് ശമ്പളം പോകത്തില്ലായിരുന്നു, എനിക്ക് ഹാഫ് പേ ലീവ് കൊടുക്കായിരുന്നു. അപ്പോഴ് മുൻകാല പ്രാബല്യത്തോടെ ഏണ്ട് ലീവ് ഒഴികെ ഏത് ലീവ് ആണെങ്കിലും അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് വർഷത്തിനുള്ളിൽ പുതിയ ലീവാക്കി കൺവേർട്ട് ചെയ്ത് അതിൽ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടെങ്കിൽ ആ പ്രിവിലേജ് എൻജോയ് ചെയ്യാം. ദിസ് പ്രോസസ് ഈസ് കാൾഡ്, ദിസ് തിങ് ഈസ് കാൾഡ് കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ്. അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട്. കമ്മ്യൂട്ടഡ് ലീവ് അല്ല, കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ്. അത് ഒന്നുകൂടെ ഞാൻ പറയാം. എക്സെപ്റ്റ് സാങ്ഷൻഡ് ഏൺഡ് ലീവ്, an employee can convert one type of leave to another retrospectively within a period of 1 year. ഇതാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ്. ഇപ്പൊ നമ്മുടെ ഓർഡിനറി ലീവിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. ലീവ് cannot be claimed as a matter of right. The sanctioning authority is who is empowered to sanction and government. LWA exceeding 120 days can exclusively be sanctioned by government. The department are divided into two: vacation department and non-vacation department. And certain privileges are, more privileges are extended to the employees, those who are belonging to the vacation department. Then first we have discussed about the ordinary leave. Ordinary leave means earned leave, half pay leave, commuted leave, leave without allowance. Then comes to leave not due. Earned leave എന്താണെന്ന് ഞാൻ പറഞ്ഞു. First year 1/22 will be accrued. Then the succeeding years 1/11 will be accrued. Then after completion of 3 years of service, the earned leave already calculated 1/22 in the first year will be recalculated to 1/11. And in a financial year, at a time, an employee can surrender a maximum of 30 days of earned leave. And at the time of retirement, a maximum of 300 earned leave can be surrendered, which is called terminal surrender. And for the earned leave salary, basic pay, DA, HRA, and CCA will be sanctioned. Then comes to half pay leave. Half pay leave means in each completed year, 20 days of half pay leave will be accrued. And leave account is maintained for half pay leave and earned leave. Then commuted leave. Twice half pay leave is called commuted leave. Then an employee who completes 3 years of service successfully can avail commuted leave. Then comes to LWA. LWA exceeding 120 days can exclusively be sanctioned by government. And a maximum of, nowadays, now it is limited to 5 years. Then leave not due. Then leave not due means sanctioning half pay leave in advance is called a leave not due. At the first instant, 90 days will be granted. Then with the medical certificate, 180 days will be granted. And in the entire service, 360 days will be granted. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. സമ്മപ്പ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടെ. എത്ര പേരുണ്ടായിരുന്നു? ബിന്ദു ഡോക്ടർ എത്ര പേരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സാറേ. സാറേ എത്ര? ചാറ്റ് ബോക്സിനകത്ത് കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എനിക്കങ്ങ് സെൻഡ് ചെയ്താട്ടെ. ഞാനത് റിപ്ലൈ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അങ്ങ് സെർവ് ചെയ്തേക്കാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് കൂടെ പ്രയോജനപ്രദമാകുമല്ലോ. സാർ ഒരു ഡൗട്ട് ചോദിച്ചാട്ടെ. സാർ ഈ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറഞ്ഞൊരു ലീവ് ഉണ്ടല്ലോ സാർ, അതായത് ഒരു അതെ സ്പെഷ്യൽ ലീവ് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഡോക്ടർ ചോദിച്ചാട്ടെ. എന്റെ ഒരു എന്നാ പിന്നെ ഡിസ്കസ് ചെയ്താലും മതി സാർ. കുഴപ്പമില്ല, ചോദിച്ചാട്ടെ പ്ലീസ്. യു കൻ ആസ്ക്. അതിനെന്താ?
ഇപ്പൊ വർക്കിൽ പോകുമ്പോൾ ആക്സിഡന്റ് ആയാലും ജോലിക്ക് പോകുമ്പോൾ ഡോക്ടർ ആക്സിഡന്റ് ആയാലും അത് ഇത്ര ആ. കിലോമീറ്ററിനകത്ത് ആക്സിഡന്റ് ആയാൽ 15 കിലോമീറ്ററിനകത്ത് ആക്സിഡന്റ് ആയാൽ അത് അവൈൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്? ഞാൻ ഒരു പുസ്തകത്തിലും കണ്ടിട്ടില്ലത്. ഓക്കെ ഓക്കെ സർ ഒരു ഓക്കെ ഓക്കെ ഡൗട്ട്. ആ. ലീവ് നോട്ട് ഡ്യൂ. ഒരാൾ ആ. നമ്മളിപ്പം MO ഇൻചാർജ്, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ആണ് സാങ്ഷനിങ് അതോറിറ്റി. അപ്പോൾ ആ. ഒരാൾ നമുക്ക് റിക്വസ്റ്റ് വന്നു ലീവ് നോട്ട് ഡ്യൂ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ. പക്ഷെ അയാൾ തിരിച്ച് ജോയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതെങ്ങനെ MO ഇൻചാർജ് റിക്കവർ ചെയ്യും? നമ്മൾ അയാള് വിഷ്വൽ കൊടുത്തു, അയാൾക്ക് പല എമോളിമെന്റ്സ് ഉണ്ടാവുമല്ലോ അതിന് സർവീസിൽ. നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും 1 ഇയർ ആയിട്ട് അയാൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാം. പറ്റും. ഇനിയിപ്പം മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അയാൾ ലീവ് നോട്ട് ഡ്യൂ എടുത്തു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അസുഖം കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. അപ്പം നമ്മൾ റിക്കവർ ചെയ്യേണ്ട വരുമോ? DDO അല്ല, അത് നമ്മളല്ല തീരുമാനിക്കുന്നത്. അത് ഗവൺമെന്റ് ക്യാൻ വേവ്. അങ്ങനെയുള്ള കേസ് നമ്മൾ ഗവൺമെന്റിലോട്ട് അറിയിക്കണം. നമ്മളായിരിക്കും സാങ്ഷൻ ചെയ്തത്. അയാൾക്ക് അതെ. അസുഖം വന്നപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, മരണപ്പെട്ടു പോയി. അപ്പൊ ഗവൺമെന്റിനെ നമ്മൾ വിടണം ഇല്ലേ? വിടാം. എന്നാലും റിക്കവർ ചെയ്യാൻ പറയും. അല്ലാതെ അങ്ങനെ നമ്മൾ അവസാനം ലയബിലിറ്റി നമുക്ക് വരത്തില്ലല്ലോ സാങ്ഷൻ ചെയ്തു എന്ന് പറഞ്ഞ്. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർക്കൊന്നും ലയബിലിറ്റി വരത്തില്ല. ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ ഗുഡ് നെയിം പ്ലീസ്. നിധി, എവിടെയാണ് മാം വർക്ക് ചെയ്യുന്നത്? എറണാകുളം ചെങ്ങമനാട്. എറണാകുളം ചെങ്ങമനാട്. എന്റെ വീടിനടുത്ത് ഒരു ചെങ്ങമനാട്. എന്റെ വീട് കൊട്ടാരക്കരയാണ്, ഓക്കെ സർ, ഗണപതികോവിനോട് ചേർന്നാണ്. അപ്പൊ അവിടെ ഒരു ചെങ്ങമനാടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ലീവ് ആപ്ലിക്കേഷനകത്ത് സ്പെഷ്യൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ ചെയ്യണോ വേണ്ടോ എന്നാലും? പർപ്പസ് അതിനകത്ത് പർപ്പസ് പറയുന്നു സർ. ഡോക്ടറെ പർപ്പസ് പറയുന്നുണ്ടല്ലോ. അല്ല, അതിനകത്ത് ബേസിക് പേ, സ്കെയിൽ ഓഫ് പേ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ വേറെ എന്താ ചോദിച്ചത്? സ്പെഷ്യൽ പേ ഉണ്ടെങ്കിൽ അത് താഴെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അന്നേരം? അതിന്റെ ആവശ്യമൊന്നുമില്ല. ശരി. യെസ്. സർ അയ്യാ, സർ ഈ റെഗുലറൈസേഷൻ ഓഫ് ലീവ് എന്താ ഉദ്ദേശിക്കുന്നത് സർ? റെഗുലറൈസേഷൻ ഓഫ് ലീവ് എന്ന് പറയുന്നത്, മാഡം ഇപ്പൊ ലീവ് എടുത്തു, സാങ്ഷൻ ചെയ്തിട്ടില്ല, ശമ്പളവും കിട്ടിയിട്ടില്ല. അത് ഈ ലീവ് കെപ്റ്റ് ഇൻ അബയൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം ആ ലീവ് പിന്നെ സാങ്ഷൻ ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്നവരാണ് റെഗുലറൈസേഷൻ ഓഫ് ലീവ്. എന്നിട്ട് താങ്കൾക്ക് എലിജിബിളായ ശമ്പളം അല്ലെങ്കിൽ വാട്ട് എവർ ഇമോളിമെന്റ്സ് എക്സ്റ്റെൻഡഡ് അത് നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്നു. അതാണ് ആ പ്രോസസ്. Did you get the point? ഓക്കെ സർ, ശരി സർ. Okay. Sir. Ah. Good evening, sir. Yeah, very good. നമ്മള് ഒരു ലീവ്, എലിജിബിൾ ലീവ് എടുക്കുകയാണ്. എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ജനറൽ ട്രാൻസ്ഫർ വരെയാണ്. അത് എങ്ങനെയാണ്? അത് ലീവ് കഴിഞ്ഞിട്ട് താങ്കൾക്ക് ലീവിൽ ഇരുന്ന് തന്നെ റിലീവ് ചെയ്ത് പോകാം. റിലീവ് ചെയ്ത് പോവാം. ലീവ് വീണ്ടും ഉണ്ട്, 10 ദിവസം കൂടെ ലീവ്. ബാലൻസ് അവിടെ പോയി അവൈൽ ചെയ്യാമല്ലോ. ബാലൻസ് അവിടെ പോയി അവൈൽ ചെയ്യാം. അവിടെ ജോയിനിങ് റിപ്പോർട്ടായിട്ട് കൊടുക്കണം. ഞാൻ ഇന്നടത്ത് ലീവ് ചെയ്യാം, ശമ്പളം സ്പാർക്കൊക്കെ മാറ്റണ്ടേ? ജോയിൻ ചെയ്യുന്നതിന് ശേഷം ലീവ് എടുക്കാം അല്ലേ? വേണ്ട, ജോയിൻ ചെയ്യാതെ തന്നെ പറ്റും. ജോയിനിങ് റിപ്പോർട്ടായിട്ട് കൊടുക്കണം. അവിടെ ഇത് വേണമല്ലോ ഡോക്ടർക്ക്, എന്താ പറയാ, ശമ്പളമൊക്കെ വേണ്ടേ, സ്പാർക്കിൽ ആഡ് ചെയ്യണ്ടേ? അതെ. അതാണ് അവിടെ സാങ്കല്പികമായിട്ട് ജോയിൻ ചെയ്യിക്കാം. ഓക്കെ, ശരി സർ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. ഇനി ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ ഓക്കെ, ആരേണ്ട സംബഡി ഈസ് മേക്കിംഗ് സം ക്വസ്റ്റ്യൻ, പറഞ്ഞോളൂ. ഒരു ഡൗട്ട് സാറേ. നമ്മളിപ്പോ ഒരു ഫ്രാക്ചർ ആയിട്ട് നമ്മളൊരു 1.5 മാസം ലീവ് എടുത്തു, ലീവ് എടുത്തു. അപ്പം അതിനുശേഷം നമുക്കിപ്പം ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ശരിയായില്ല, അപ്പൊ ആ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് വേണോ ലീവ് എടുക്കാൻ, അതോ അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അല്ല, അങ്ങനെ ജോയിൻ ചെയ്യുന്നോണ്ട് തെറ്റുണ്ട്. ഇപ്പൊ ഒരു ദിവസം നമ്മൾ പോയി ജോയിൻ ചെയ്തിട്ട് ലീവ് കൊടുക്കാൻ എന്തായാലും പോകുന്നുണ്ട്. ഡോക്ടർക്ക് അതിന്റെ ബാലൻസ് ആയിട്ട് ലോസ് ഓഫ് പേ എടുക്കേണ്ടി വന്നു, എടുക്കാമല്ലോ. അല്ല, ഏൺ ലീവ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോ ജോയിൻ ചെയ്താൽ അതിലൊരു ഒരു കുഴപ്പമില്ല, ജോയിൻ ചെയ്യണമെന്നില്ല.
അല്ല ജോയിൻ ചെയ്താൽ അതിന് അന്നേരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? ജോയിൻ ചെയ്താൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ജോയിൻ ചെയ്യുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് മാത്രമല്ല, ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ജോയിൻ ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, വീണ്ടും തോന്നുന്നതെന്ന് തുടങ്ങണ്ടേ. മറ്റേത് ഇൻ കണ്ടിന്യൂഷൻ ടു ദ ലീവ് ഓൾറെഡി അവൈൽഡ് എന്നുള്ള ഒരു ഇത് വരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്ത് പോയി, അപ്പൊ ഇനിയിപ്പോ ലീവ് മാറ്റി കൊടുത്ത് കണ്ടിന്യൂഷൻ ആക്കി കൊടുക്കണം. മതി, കുഴപ്പമില്ല. ഇവിടെ ആരാണ്ട് ചോദിച്ചിരിക്കുന്നത് മെറ്റേണിറ്റി ലീവ് മെറ്റേണിറ്റി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോന്ന്. യെസ്, വൈ നോട്ട്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഫ്രഷ് അപ്പോയിന്റ്മെന്റ് എങ്കിൽ പറ്റത്തില്ല. അതൊക്കെ ഡിസ്കസ് ചെയ്യാം. സ്പെഷ്യൽ ലീവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെറ്റേണിറ്റി ലീവിലൊക്കെ ഒരുപാട് എന്താ പറയുന്നത്, ചില കുരുക്കു കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു എത്ര മെറ്റേണിറ്റി ലീവ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പലർക്കും ഒരു സംശയം 2 എണ്ണേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. എനിവേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുസൃതി ചോദ്യം ചോദിച്ചിരുന്നു. ഒരു ഡോക്ടറുടെ കാര്യം എന്താണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളത് ചോദിച്ചിരുന്നു. ആരും അതിനൊരു ആൻസർ ഒന്നും പറഞ്ഞതുമില്ല. ആർക്കെങ്കിലും ആൻസർ കിട്ടിയെങ്കിൽ അത് പറയാം. എന്നിട്ട് ഇന്നൊരു പുതിയ കുസൃതി ചോദ്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. 9:30 മണിയാവുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വളരെ ടയേർഡ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ ഞാൻ ബിന്ദു മാഡത്തിനടുത്ത് പറയാം. എനിക്ക് അയച്ചു തന്നാൽ ഓർ ഇഫ് യു ക്യാൻ മേക്ക് ഇറ്റ് പേഴ്സണലി, ആര് പേഴ്സണലി വിളിച്ച് ചോദിച്ചാലും ഇമ്മീഡിയറ്റ്ലി എന്റെ ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. സാർ ഒരു ഡൗട്ട്. ചോദിച്ചാട്ടെ. സാർ LWA 180 ഡേയ്സിൽ കൂടുതൽ എടുക്കുമ്പോഴാണോ ഗവൺമെന്റ് സാങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ 120 ആണോ? 120 days ആണ്. 120 ആണല്ലേ? ഓക്കെ, താങ്ക്സ്. മാം എവിടെയാണ്? ഏത് ഹോസ്പിറ്റലാണ്? കോഴിക്കോട് ഒളവണ്ണ സെന്റർ ഹെൽത്ത് സെന്റർ. ഓക്കെ. സാറേ, ചാറ്റ് ബോക്സിൽ വന്നത് maximum commuted leave that can be availed at a stretch after 15 years of service. മാക്സിമം കമ്മ്യൂട്ടർ ലീവ് എന്ന് പറയുമ്പോൾ 15 വർഷം ആകുമ്പോൾ 300 ഹാഫ് പേ ലീവ് ഉണ്ട്. അപ്പൊ 150 ദിവസം പറ്റും. 150 ദിവസം കമ്മ്യൂട്ടർ ലീവ് എടുക്കാം. 15 വർഷം. നമുക്ക് ഇപ്പം ലീവ് അക്കൗണ്ടിലുള്ള ലീവ്സ് 180 ഡേയ്സ് കൂടുതൽ എടുക്കുകയാണെങ്കിലും ഗവൺമെന്റ് സാങ്ഷൻ ചെയ്യണം. Sir, your voice is not audible. Please kindly make it once again. കേൾക്കാമോ സർ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ലീവ് അക്കൗണ്ടിലുള്ള ലീവ് നമുക്ക് 180 ഡേയ്സിൽ കൂടുതൽ എടുക്കേണ്ടി വന്നാൽ ഗവൺമെന്റ് സാങ്ഷൻ വേണ്ടി വരുമോ? അതായത് ഇപ്പൊ ലീവോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഡൗട്ട് ആയിട്ട് ചോദിച്ചത്. അങ്ങനെ പറഞ്ഞില്ല. ഇല്ല, ഞാൻ പറഞ്ഞ എക്സ്ക്ലൂസീവ്ലി 120 ദിവസത്തിന് മുകളിലുള്ള LWA മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന് പറയുന്നത്. ബാക്കിയെല്ലാം who is empowered to sanction can sanction. ഓക്കെ. സർ, ഏൺ ലീവ് 90 ഡേയ്സിന് മേളിൽ എടുത്താൽ ആ പോസ്റ്റിലേക്ക് വേറെ ആളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓക്കെ, പറ്റും. സാർ, ഞാൻ ഡോക്ടർ അഭിലാഷ് കോഴിക്കോട് നിന്നാണ്. ഇതിപ്പം ലീവ് നോ ഡ്യൂ ഉള്ളതെന്നുള്ളത് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും ഉണ്ടല്ലോ ആ പ്രൊവിഷൻ? അതെന്താ ഡോക്ടറെ, ഞാൻ KSRന്റെ പുസ്തകം നിങ്ങളുടെ ഇതിൽ അയച്ചിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലീവ് നോട്ട് ഡ്യൂ. അപ്പൊ സെക്ഷൻ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം. സെക്ഷൻ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു. സെക്ഷൻ ഞാൻ മറന്നുപോയി. ഞാൻ സെക്ഷന് അടുത്ത ദിവസം ഞാൻ പറഞ്ഞുതരാം. അതിലൊരു ഇത് പറയുന്നുണ്ട്, ഏത് സെക്ഷൻ ആണെന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഉണ്ടോ, എന്താ പറയാ, പുസ്തകം, ഞാനൊരു പുസ്തകം അയച്ചു തന്നിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ടുണ്ട് ലീവ് നോട്ട് ഡ്യൂ അടിച്ചു കൊടുത്താൽ കിട്ടും. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ആ സെക്ഷൻ ഓർക്കുന്നില്ല. സാറിന്റെ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ. ബിന്ദു ഡോക്ടർ, പ്ലീസ് കൈൻഡ്ലി പോസ്റ്റ് മൈ നമ്പർ വൺസ് അഗൈൻ. ഒരിക്കൽ കൂടെ ഞാൻ, അല്ലെങ്കിൽ ഐ ക്യാൻ മേക്ക് ഇറ്റ്, യു കൻ ഈസിലി നോട്ട് ഡൗൺ. 9446 ഇട്ടിട്ടുണ്ടോ ഡോക്ടറെ?
അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇട്ട സാർ ഒന്ന് പറയൂ, ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്തേക്കാം. 9446 936 709. അപ്പൊ ഞാൻ അപ്പൊ ഇനിയിപ്പോ നമുക്കിനി ഒരു ജസ്റ്റ് കുസൃതി ചോദ്യം ഇന്ന് ചോദിക്കുന്നില്ല, അടുത്ത ദിവസം ആവട്ടെ. അടുത്ത ദിവസം നിങ്ങൾ എല്ലാവരും പൊതുവെ എല്ലാവരും ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവും എല്ലാവരും ടയേർഡാന്ന് തോന്നുന്നു. ഇന്ന് നല്ല ഹെക്ടിക്കായ ഷെഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തവരാണ്. ഒരൊറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡോക്ടർ രഞ്ജിത്താണ്. ചോദിച്ചാട്ടെ. ഈ കമ്മ്യൂട്ടഡ് ലീവ് മാക്സിമം ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോസ് എവിടെയെങ്കിലും ഉണ്ടോ? 240 ഡേയ്സ്. കമ്മ്യൂട്ടഡ് ലീവ് ഒരുപാട് എടുക്കുന്നുണ്ട്. 240 ഡേയ്സേ ചിലർ കൊടുക്കത്തുള്ളൂ. ഡിപ്പെൻസ്. അതെ. അപ്പോഴും നമുക്ക് ഫീഡ്ബാക്ക് കൂടെ കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറേ ഒരു ഡൗട്ട്, ഈ ലീവ് നോട്ട് ഡ്യൂ നമുക്ക് സർവീസിൽ എപ്പോ തൊട്ടാണ് കൊടുത്തു തുടങ്ങാം? സാധാരണഗതിയിൽ പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കത്തുള്ളൂ. ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുമ്പോൾ ഒരു ലീവ് ഇല്ലാത്തെങ്കിൽ ഇത് കൊടുക്കത്തുള്ളൂ. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനെ ഇപ്പൊ എസ്പെഷ്യലി ഇതൊക്കെ മെഡിക്കൽ ഗ്രൗണ്ടിൽ ഈ ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക്, ഈ ചിലർക്കൊക്കെ ഈ എന്താ പറയാ മറ്റേ എന്തോ ഹെമറേജ് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴേ ഒരുപാട് ലീവ് വേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇത് കൊടുക്കുന്നത്. കൊടുക്കാം, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ചില ഡെലിവറി കഴിഞ്ഞ് ചില ലേഡീസ് ചിലരൊക്കെ ഈ പറയുന്ന പോലെ 3, 4, 5 അബോർഷൻ കഴിഞ്ഞ 40 വയസ്സൊക്കെ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് വളർത്തിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ വരുമ്പോൾ ഭയങ്കര ടഫാണ്. അവരെ ഒരു നിലയിൽ എത്തിക്കാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ലീവ് വേണം. മാത്രമല്ല നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാര് എല്ലാവരും ഈ പറയുന്നത് പോലെ ഈ നമ്മള് എല്ലാ മനുഷ്യരും വൈറ്റ് കോളർ പോവർട്ടി അനുഭവിക്കുന്നവരാ. അപ്പൊ ഈ വൈറ്റ് കോളർ പോവർട്ടി അനുഭവിക്കുമ്പോൾ അവർക്ക് ദേ ഹാവ് ഗോട്ട് ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. നമ്മൾക്ക് പൈസ ചോദിക്കുന്നതിനോ പൈസ കടമെടുക്കുന്നതിനോ അല്ലെങ്കിൽ പൈസ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴേ ഞാനൊക്കെ ലീവ് നോട്ട് സാങ്ഷൻ ചെയ്ത് കൊടുക്കും. ഹാഫ് പേ ലീവ് സാലറി കിട്ടട്ടെ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ദി ബെനിഫിഷ്യൽ ഓഫ് ദി സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എക്സർസൈസ് ചെയ്യാവുന്ന പവർ അവരുടെ നന്മയ്ക്ക് വേണ്ടി എക്സർസൈസ് ചെയ്താൽ ഒന്നും സംഭവിക്കത്തില്ല. അതിൽ കറപ്ഷൻ ആഡ് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ. ഡൗട്ട് ചാറ്റ് ബോക്സിൽ വന്നേക്കുന്നത്, medical certificate is required to avail earned leave. How much is the maximum earned leave that can be availed? എവിടെ പറയുന്നത്? പേഴ്സണൽ ഗ്രൗണ്ടിൽ എടുക്കാം. പേഴ്സണൽ ഗ്രൗണ്ട് മതി. എന്തിനും മെഡിക്കൽ ഗ്രൗണ്ട് കൊടുക്കണം, ഫിറ്റ്നസ് കൊടുക്കണം. മെഡിക്കൽ ഗ്രൗണ്ടിൽ കൊടുത്താലുള്ള കുഴപ്പമെന്ന് പറയുന്നത് മെഡിക്കൽ ബോർഡിന് വിട്ടു കഴിഞ്ഞാൽ അതിൽ പ്രൊവിഷൻ കിടപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ വിജിലൻസ് കേസ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. പേഴ്സണൽ കാര്യം. ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു സംശയം ചോദിക്കുക. ഇപ്പൊ എനിക്ക് പേഴ്സണലി ബിന്ദു ഡോക്ടറെ അറിയാം. ബിന്ദു ഡോക്ടർ ഒരു പേഴ്സണൽ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ബിന്ദു ഡോക്ടർ ഹസ്ബൻഡിന്റെ ഒരു പേഴ്സണൽ അസുഖത്തിന് ഇനി ഈ ആഫീസറുടെ കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മളല്ലേ പറ്റത്തുള്ളൂ. അത് ഇറ്റ്സ് എ പേഴ്സണൽ മാറ്റർ. അത് റിവീൽ ചെയ്യാൻ ചില പ്രയാസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മകളെ കൊണ്ടൊന്ന് ആശുപത്രി പോകണം, അല്ലെങ്കിൽ മകനെ കൊണ്ട് ആശുപത്രി പോകണം. പേഴ്സണൽ മാറ്റർ അല്ലേ? അല്ലെങ്കിൽ അമ്മായി മദറിലേക്ക് സുഖമില്ല, ആശുപത്രി കൊണ്ടുപോകണം, പേഴ്സണൽ മാറ്ററാ. എന്തിനാ നമ്മൾ മെഡിക്കൽ ഗ്രൗണ്ട് കണക്ട് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. നോ നീഡ്. സാറേ ഒരു ഡൗട്ടേ, ഒരാൾക്ക് ഇനി 5 വർഷമേ സർവീസ് ബാക്കിയുള്ളൂ. അപ്പൊ ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ 20 per year എന്ന കണക്കിൽ വേണം നമ്മൾ ഹാഫ് പേ കണക്കാക്കാൻ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ എത്ര ലീവ് നോട്ട് ഡ്യൂ കൊടുക്കും 5 വർഷം സർവീസ് ബാക്കിയുള്ള ഒരാൾക്ക്? ഞാൻ പറഞ്ഞില്ല, 360 ദിവസം വേണേലും കൊടുക്കാം. അപ്പൊ അത്രയും സർവീസ് എംപ്ലോയി ഡിസർവ്സ്. അത് അവർക്ക് ഇപ്പൊ ഈ ബാലൻസ് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പൊ എന്ന് പറയുമ്പം ഏകദേശം താങ്കൾ പറഞ്ഞത് പ്രകാരം ഒരു കാര്യം അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ 360 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 18 വർഷമെങ്കിലും സർവീസ് വേണം, വേണ്ടേ? അതാ അപ്പൊ അത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൊടുത്താട്ടെ.
അല്ല അപ്പൊ എത്ര ഹാഫ് പേ ഉണ്ട്, എത്ര ഇയർ അങ്ങനെ കണക്കാക്കണ്ടേ ഏകദേശം? ഹാഫ് പേയില് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഏൺ ലീവ് കൊടുക്കാൻ പറ്റില്ല. അതത്രേ പറ്റത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സാധാരണഗതിയിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ DCRG ആ പൈസ റിക്കവർ ചെയ്യാം റിട്ടയർ ചെയ്യുമ്പോൾ. ഓക്കെ സാർ, അപ്പൊ കൂടുതൽ കൊടുത്തു പോയാൽ. ആ ഓക്കെ സാർ, താങ്ക് യു. സാർ ഒരു ഡൗട്ട് ഉണ്ട് സാർ. സാർ എലിജിബിൾ ലീവ് എടുത്തിട്ട് പുറത്ത് എബ്രോഡ് പോവുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഗവൺമെന്റ് സാങ്ഷൻ വേണ്ടത്? നമുക്ക് ഞാൻ നമ്മുടെ പറഞ്ഞു ഓഫീസിൽ എത്ര ദിവസം കൊടുക്കാൻ പറ്റും? 120 ഡേയ്സിന് മേളിലാന്ന് ഞാൻ പറഞ്ഞില്ലേ. എലിജിബിൾ ലീവ് എടുത്തിട്ട് കേട്ടില്ല. ക്യാഷ് ലീവോ അല്ലെങ്കിൽ കമ്മ്യൂട്ടർ ലീവോ അല്ല, അത് ഹാഫ് ഞാൻ പേ ലീവ്? ക്യാഷ് ലീവ് അറ്റസ്റ്റ് മാക്സിമം 15 ദിവസമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പുറത്ത് പോവുകയാണെങ്കിൽ പുറത്ത് സാങ്ഷൻ 15 ദിവസം കൊണ്ട് വേണേൽ പുറത്ത് പോകുന്നതിന് ആർക്കും തടസ്സമൊന്നുമില്ല. 15 ദിവസം കൊണ്ട് ക്യാഷ് ലീവ് എടുത്ത് പുറത്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാങ്ഷൻ അത് ഒന്നും അല്ല, അത് അങ്ങനെ ഉണ്ടെങ്കിൽ മേലധികാരി അറിയിക്കണം. മേലധികാരി അറിയിക്കണം, ഹയർ അതോറിറ്റി അറിയിക്കണം. DHS നെ അറിയിക്കണം. എന്താ കാര്യം എന്നറിയോ? രണ്ട് കാരണമുണ്ട്. അത് ഒരു വിജിലൻസിന്റെ ഒരു സർക്കുലറാണ്. നമ്മൾ പോയത് എന്തിനു വേണ്ടിയാണ്? തീവ്രവാദത്തിനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ്സ് ഇതുപോലുള്ള ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻ ആണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് പരിശോധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. മനസ്സിലായില്ലേ പറഞ്ഞേ? പക്ഷെ നമ്മൾ ചിലപ്പോൾ എൻ്റെ ഡോക്ടറുടെ മകള് അല്ലെങ്കിൽ ഭാര്യ ചിലപ്പോൾ വിദേശത്തായിരിക്കും, ഒരു 15 ദിവസം ഒന്ന് കാണാൻ പോയതായിരിക്കാം. പക്ഷെ പിന്നെ ഇതിനെല്ലാം പുറമെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് അറിയിക്കാതെ പോയാൽ പ്ലെയിൻ എന്തെങ്കിലും സംഭവിച്ചു പോയി, അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയി, ഇതിന്റെ ഇൻഷുറൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ? അപ്പോൾ അറിയിക്കുന്നത് തന്നെയാണ് സേഫ്. കമ്മ്യൂട്ടർ ലീവ് ആണെങ്കിലും ഇത്ര ദിവസം ഡോക്ടറെ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പം ഒരു റീസെന്റ് ഒരു 6 രാജ്യത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കൊളംബോയിൽ പോകുന്നുണ്ട്, അടുത്ത മാസം കൊളംബോയിലാണ്. അപ്പൊ എന്റെ വൈഫ് എംപ്ലോയിഡ് ആണ്. ഞാൻ സിംഗപ്പൂർ പോയപ്പോഴും മലേഷ്യയിൽ പോയപ്പോഴും അവളെ കൊണ്ടുപോയപ്പോൾ 15 ദിവസം ഞാൻ പറഞ്ഞു അറിയിക്കാൻ പറഞ്ഞു. അറിയിച്ചിട്ടാണ് പോയത്. ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി, അല്ലാതെ ഓർഡർ ആയിട്ടൊന്നും വേണ്ട. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞ സമയത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം എല്ലാ ഡോക്ടർമാരും കുറച്ച് പേരൊക്കെ പങ്കെടുത്തു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എനിവേ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ബിന്ദു ഡോക്ടറെ കൺക്ലൂഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേട്ടെ, നമുക്ക് അതുകൂടെ കേട്ടിട്ട്